ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ലിനക്സ് കമാൻഡ്സിനെ കുറിച്ച് അത് ഫിൽറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ടെർമിനൽ എടുക്കുക. നമുക്കിവിടെ ഇങ്ങനെയാ വെച്ചാൽ ഫോൾഡറിനെ നമ്മൾ പറയുക ഡയറക്ടറി എന്നുള്ള കോൺസെപ്റ്റിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, അതിൽ നമ്മളെങ്ങനെ കണ്ടൻസ് നമ്മൾ ഇടുന്നു, അതേപോലെ അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യിക്കണം എന്നുള്ള കോൺസെപ്റ്റാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ എന്തൊക്കെ ഡയറക്ടറീസ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ ഉണ്ടെന്ന് അറിയാൻ നമ്മൾ LS എന്നുള്ള കമൻറ്റാണ് കൊടുക്കുക. ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ കാണുന്നുണ്ടാവും ന്യൂ ഫോൾഡർ, സ്നാപ്പ്, SS, ട്രൈ, ഇങ്ങനെ 4 ഡയറക്ടറീസ് ഇതിലുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ MKDIR എന്നാണ് നമ്മുടെ കമാൻഡിൻ്റെ പേര്. കമാൻഡ് മേക്ക് ഡയറക്ടറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു COMP എന്നുള്ളൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അത് കറക്റ്റാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു എറർ വരില്ല. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി LS എടുത്ത് നോക്കാം. നമ്മൾ ഉണ്ടാക്കിയ ഡയറക്ടറി അതിൽ വന്നിട്ടുണ്ടോയെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ COMP വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക്, ഈ ഡയറക്ടറിയുടെ ഉള്ളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് CD സ്പേസ് COMP എന്നാണ്. നിങ്ങൾ ഏത് ഫോൾഡറാണോ അല്ലെങ്കിൽ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുന്നത് ആ പേര് അവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നമ്മുടെ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു സ്ലാഷ് ആ ഒരു ഫോൾഡറിൻ്റെ പേര് അതിൽ വരും. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫയലിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമൻറ്റ് എക്കോ എന്നാണ്. എക്കോ എന്ന് പറഞ്ഞ കമൻറ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫയൽസിൻ്റെ ഉള്ളിലേക്ക് കണ്ടൻസ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചെയ്യേണ്ട ഒരു സിൻടാക്സ് എന്ന് പറയുന്നത് എക്കോ. അതിനുശേഷം നമുക്ക് എന്താണോ കൊടുക്കേണ്ടത്, കണ്ടൻറ്റ് എന്താ കൊടുക്കേണ്ടത് വെച്ചാൽ അത് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ ഹൈ ഹൗ ആർ യു എന്നുള്ളൊരു സെൻറ്റൻസാണ് കൊടുക്കണേ. എൻ്റെ സെൻറ്റൻസ് കഴിഞ്ഞു. ജസ്റ്റ് എനിക്ക് ഇനി ചെയ്യേണ്ടത് ഒരു ആംഗിൾ ബ്രാക്കറ്റാണ്, ഗ്രേറ്റർ ദാൻ സിമ്പിളാണ്. ദെൻ ഇനി എന്താണ് നിങ്ങൾക്ക് ഫയലിൻ്റെ പേര് കൊടുക്കേണ്ടത്, ആ ഫയൽ നെയിം .txt എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിതിൽ F1 എന്ന് കൊടുക്കേണ്ടത്, F1.txt എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. എക്കോ എന്ന് പറഞ്ഞൊരു കമൻറ്റ്, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണോ കണ്ടൻസ് ഇടേണ്ടത് ആ കണ്ടൻസ് കൊടുക്കുന്നു. ദെൻ ഒരു ആംഗിൾ ബ്രാക്കറ്റ്, ഗ്രേറ്റർ ദാൻ സിമ്പിൾ, F1.txt. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ആ ഫയലിൻ്റെ ഉള്ളിലേക്ക് കയറും. ഇത് കറക്റ്റ് ആയോന്ന് അറിയാൻ നമ്മൾ ഒന്നുകൂടി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയലിൻ്റെ പേര് അവിടെ ഡിസ്പ്ലേ ആവും. കണ്ടോ, LS എന്ന് അടിച്ചപ്പോൾ F1.txt എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഈ കണ്ടൻറ്റ് നമ്മുടെ സ്ക്രീനിലേക്ക്, നമ്മുടെ ഈ ഒരു ടെർമിനലിലേക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമൻറ്റാണ് ക്യാറ്റ്. ക്യാറ്റിൻ്റെ പേര് ഫുൾ ഫോം എന്ന് പറയുന്നത് കോൺകാറ്റിനേറ്റ് എന്നാണ്. അതായത് ഡിസ്പ്ലേ ചെയ്യാൻ, നമ്മുടെ ഫയലിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസിനെ പുറത്തേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാറ്റ് എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ക്യാറ്റ് F1.txt എന്ന് കൊടുത്താൽ ഞാൻ എന്താണോ ഫയലിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തത് അത് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു വേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഡാറ്റ നമുക്ക് ഒരു ഫയലിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റുക. ഇനി വേറൊരു വഴിയുണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുക gedit. അതായത് നമ്മളൊരു ടെക്സ്റ്റ് എഡിറ്റർ തുറന്നിട്ട് അതിലേക്ക് കണ്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനൊരു വേറൊരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം, F2.txt. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ കണ്ടൻസ് ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ എന്തെങ്കിലും ചെയ്താൽ മതി. ഹാവ് എ ഞാനിങ്ങനെ ഒരു കണ്ടൻറ്റ് കൊടുത്തു. ജസ്റ്റ് ഇവിടെ സേവ് എന്ന ബട്ടൺ ഉണ്ട്, ആ സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കണ്ടൻസ് സേവ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് കമൻറ്റാണ് യൂസ് ചെയ്യുക, ക്യാറ്റ് തന്നെ. സോ CAT F2.txt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ F2ൽ എന്താണോ കൊടുത്ത കണ്ടൻറ്റ് അത് ഡിസ്പ്ലേ ആവും. സോ ഇങ്ങനെയാണ് നമ്മൾ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുക. അത് എങ്ങനെ ഒരു ഡയറക്ടറി ഉള്ളിലേക്ക് പോകാൻ CD ഉണ്ട്. നമുക്ക് കണ്ടൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2 രീതിക്ക് ചെയ്യാം. ഒന്ന് എക്കോ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ gedit യൂസ് ചെയ്യാം. gedit എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് എഡിറ്ററാണ്. ദെൻ നമുക്ക് കമൻസ് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ LS എന്നുണ്ട്. പിന്നെ അത് നമ്മുടെ ഫയൽസിൻ്റെ ഉള്ളിലത്തെ കണ്ടൻസ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാറ്റ് എന്ന് പറഞ്ഞ കമൻറ്റ് ഉണ്ട്. താങ്ക് യു.